വടക്കൻ കേരളത്തിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയത് 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ നിന്ന് ഇക്കുറി MLA-മാർ ഉണ്ടാകുമെന്നാണ് NDA ക്യാമ്പിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. നമുക്ക് അനഘ ഹർഷനോട് തന്നെ ചോദിക്കാം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. അനഘ, എന്താണ് NDA ക്യാമ്പിൽ ഉയരുന്ന ആവേശം അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് കാരണങ്ങൾ? വടക്കൻ കേരളത്തിൽ ശക്തമായ പോളിംഗ് ആണ്, പ്രത്യേകിച്ച് സൗത്തിലും നോർത്തിലും ഒക്കെ BJPക്ക് അനുകൂലമായ വോട്ട് ബാങ്കുള്ള പ്രദേശമാണ്. അവിടെയെല്ലാം കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇതൊക്കെയാണോ വിജയപ്രതീക്ഷയ്ക്ക് മാറ്റുകൂട്ടുന്നത്? അശ്വതി, രോഹിണി, വടക്കൻ കേരളത്തിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം 80-ന് മുകളിൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ഈ തിരഞ്ഞെടുപ്പിലുടനീളം ചർച്ച ചെയ്ത മണ്ഡലമാണ് പേരാമ്പ്ര. മതം പറഞ്ഞു വോട്ട് പിടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്ന മണ്ഡലമായിരുന്നു പേരാമ്പ്ര. ഇവിടെ 84% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ചർച്ച ചെയ്ത മറ്റൊരു മണ്ഡലമായിരുന്നു ബേപ്പൂർ മണ്ഡലം. അവിടെയും 84% വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്. BJPക്ക് ഇത്തവണ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന, ഇത്തവണ താമര വിരിയും എന്ന് പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ T. റെനീഷാണ് മത്സരിക്കുന്നത്. ഈ 2 തവണ ഇടതുകോട്ട പിടിച്ചെടുത്ത് കൗൺസിലറായ ആളാണ്. അതുകൊണ്ട് കനത്ത പോളിംഗ് 80%-ന് മുകളിലേക്ക് പോളിംഗ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മുൻ വർഷങ്ങൾ 2016 മുൻപ് 78%, 2021 75%, ഈ രീതിയിലായിരുന്നു ഈ കോഴിക്കോട് നോർത്ത് സൗത്ത് മേഖലകളിലെ പോളിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒറ്റയടിക്ക് ഇപ്പോൾ പോളിംഗ് ശതമാനം 80 മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മലപ്പുറം, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ തന്നെ 80%-ന് മുകളിലേക്ക് ഏറ്റവും കൂടുതൽ പോളിംഗ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഈ ജില്ലകളിലും ഈ മണ്ഡലങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം പോളിംഗ് ശതമാനം കൂടാനുള്ള ഏറ്റവും കാര്യമായി പറയപ്പെടുന്നത് SIR പ്രക്രിയയിലുള്ള ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കൂടാനുള്ളത് കാര്യമായി പറയുന്നത്. പക്ഷേ ഇത് ആരെ തുണയ്ക്കും എന്നതിലാണ് ഇവിടെ വലിയ ചർച്ച ഉയരുന്നത്. പാലക്കാട് 60 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ കഴിഞ്ഞ തവണ 34 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതിനൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളം ആര് ഭരിക്കും എന്ന കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കുന്നതിൽ ഈ വടക്കൻ കേരളത്തിലെ വിധി സ്വാധീനിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, BJP NDA ക്യാമ്പ് ഏറ്റവും അധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന 2 മണ്ഡലങ്ങളാണ്. ഒന്ന് കാസർഗോഡും അതുപോലെ തന്നെ പാലക്കാടും. ഈ കാസർഗോഡ് മഞ്ചേശ്വരം K. സുരേന്ദ്രനാണ് മത്സരിച്ചത്. കാസർഗോഡും 80% അടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആരെ തുണയ്ക്കും എന്നുള്ളതാണ്. ഈ കാസർഗോഡ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടിനാണ് K. സുരേന്ദ്രന് MLA സ്ഥാനം BJPക്ക് മഞ്ചേശ്വരം നഷ്ടമായത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 745 വോട്ടിനാണ് പിന്നിലായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് NDA നടത്തിയത്. അതൊക്കെ തന്നെ വോട്ടായിട്ടുണ്ട്. അതായത് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടൊക്കെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നാണ് NDA ക്യാമ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ മഞ്ചേശ്വരത്തുണ്ട്. മഞ്ചേശ്വരത്തെ ഉപരി കാസർഗോഡ് അശ്വതി നിൽക്കുന്ന മണ്ഡലം, അവിടെ ഏറ്റവും അധികം NDA ക്യാമ്പ് ഏറ്റവും അധികം ജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ്. കാരണം അവിടെ വിജയം കുറച്ചുകൂടി ഈസിയാണ് എന്നാണ് അവിടെ നിന്ന് ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അശ്വിനി അത്രയധികം ജനകീയമായി മാറി. ഈ കാസർകോട്ടെ ജനങ്ങൾക്ക് അശ്വിനിക്കൊപ്പം നിൽക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കാസർകോട്ടെ മഞ്ചേശ്വരവും അതുപോലെ കാസർഗോഡ് മണ്ഡലവും ഒക്കെ തന്നെ BJPക്ക് ഇത്തവണ വലിയ വിജയപ്രതീക്ഷയുണ്ട്. അവിടെ വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന 2 മണ്ഡലമാണ്. ഇനി മറ്റൊന്ന് പാലക്കാടേക്ക് വന്നാൽ ഏറ്റവും അവസാനം വലിയ വിവാദങ്ങളും മറ്റുമൊക്കെ ഇടത് വലത് കോട്ടയിൽ നിന്ന് അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയ പടച്ചുവിട്ട ചില വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് തെരഞ്ഞെടുപ്പിലെ നേരിടുന്നു. 80%-ന് മുകളിലേക്ക് പോളിംഗ് ഉയരുന്ന സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ NDAക്ക് അനുകൂലമാകും. ഈ പോളിംഗ് ശതമാനം ഉയർന്നത് NDAക്ക്
BJP അടക്കം വിശ്വസിക്കുന്നത്. കാരണം പാലക്കാട്ട് BJPയുടെ മുഖമായിട്ടുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഇത്ര പോളിംഗ് ഉയർന്നത് അത് വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. അങ്ങനെ വടക്കൻ ജില്ലകളിലൊക്കെ കനത്ത പോളിംഗ് പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 80% സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ ശക്തമായ ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. അതോടൊപ്പം വലിയ പോളിംഗ് ശതമാനം തന്നെയാണ് വരുന്നത്. അതോടൊപ്പം അനഘ പറയുകയുണ്ടായല്ലോ, നമുക്കറിയാം കോഴിക്കോട് അടക്കം വടക്കൻ മേഖലയിലൊക്കെ ഈ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കോഴിക്കോട് നോർത്തിലെയും സൗത്തിലെയും NDA സ്ഥാനാർത്ഥികൾ എത്രത്തോളം ശക്തരാണ്, സ്വാധീനമുള്ളവരാണ്, നവ്യ ഹരിദാസും ടി റനീഷും ഒക്കെ എത്രത്തോളം ശക്തരാണ് എന്നുള്ളത് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ സൗത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞ് വോട്ട് തേടിയതിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം കൂടി ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നല്ലോ. ഈ പോളിംഗ് ബൂത്തിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് പല വോട്ടർമാരും വോട്ട് ചെയ്യാതെ മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടായിരുന്നത് കോഴിക്കോട് സൗത്ത് BJPക്ക് കൃത്യമായി തന്നെ അവിടെ ആ രീതിയിലുള്ള കേന്ദ്രീകരിച്ച പ്രവർത്തനമായിരുന്നു. കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ടി റനീഷ്. അവിടെ BJP വലിയ വിജയപ്രതീക്ഷയിലാണ്. മാത്രമല്ല ചില സർവേ ഫലങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയ സർവേ ഫലങ്ങളിലൊക്കെ തന്നെ ടി റനീഷിന് മുൻകൈയുണ്ട്, BJPക്ക് മുൻകൈയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കുകയാണ് ഈ LDFന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ ഈ സ്കൂളിലേക്ക് എത്തുന്നു. അതിന് തൊട്ട് പിന്നാലെ UDFന്റെ സ്ഥാനാർത്ഥി ഫൈസൽ നമ്മളെല്ലാവരും മുസ്ലിം അല്ലേ, എനിക്ക് വോട്ട് ചെയ്യണം, ഏണി അടയാളത്തിൽ വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. മുന്നേ തന്നെ അഹമ്മദ് ദേവർകോവിൽ വന്നും ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്നാണ് UDFും ആരോപിക്കുന്നത്. അതായത് ഏറ്റവും അവസാനം ഇവർ പരാജയ ഭീതിയിലായിരുന്നു ഇടത് വലത് മുന്നണികൾ. അതിന്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനത്തെ തന്ത്രം ഇവർ എല്ലാ കാലത്തും പ്രയോഗിക്കുന്ന ആ തന്ത്രം തന്നെ പ്രയോഗിച്ചു. മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് UDFും LDFും മാറിക്കഴിഞ്ഞു എന്നുള്ള. പക്ഷേ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇന്നലെ മണിക്കൂറുകൾ കണക്കിന് വരി നിന്ന് പല വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പോളിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ വോട്ടർമാർ പോയത് ഇടത് വലത് മുന്നണികളെയാണ് കൂടുതലായും ബാധിക്കുക. ന്യൂനപക്ഷ സ്ഥലമായിരുന്നു ഈ പയ്യാനക്കൽ. അതുകൊണ്ട് ഇടത് വലത് മുന്നണികളെയാണ് ഇത് കാര്യമായി ബാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മതം പറഞ്ഞ് വോട്ട് പിടിച്ച ഒരു സാഹചര്യം അത് ഇത്തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഭൂഷണമല്ലാത്തൊരു സംഭവമാണ്. ശരി അനഘ, എന്തായാലും അത് വടക്കൻ കേരളത്തിൽ വ്യാപകമായി തന്നെ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ ഏകദേശം ഒരു 3 ദിവസം മുൻപാണ് കാസർഗോഡ് വനിതാ ലീഗ് സെക്രട്ടറി തന്നെ മതം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, അവർ പറയുന്നത് നമ്മൾ മുസ്ലിം സമുദായത്തിലെ ഏത് വിഭാഗവുമായിക്കോട്ടെ അത് നമ്മൾക്ക് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അള്ളാഹു ക്ഷമിക്കില്ല എന്നുള്ള തരത്തിലൊക്കെയാണ്. പച്ചയായ വർഗീയത പറഞ്ഞു തന്നെയാണ് ഓരോ വോട്ടും കാസർഗോഡ് പല മേഖലകളിലും അവർ പിടിക്കാൻ ഇടതും വലതും കേരളം ചോദിക്കുന്നുണ്ട്, ഇത് മതേതര കേരളമാണോ അതോ മതകേരളമാണോ? പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ഫൈസൽ ബാബുവിന്റെ കയ്യിൽ ഒരു പ്രത്യേകതരം ഏണിയുണ്ട്. ആ ഏണി ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും സ്വർഗത്തിൽ പോകാം. സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഫൈസൽ ബാബു പറയുന്നത്. ഇദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളതല്ലേ? തീർച്ചയായും എന്തായാലും മതം പറഞ്ഞ വോട്ട് ചോദിക്കലൊന്നും കേരളത്തിൽ നടക്കില്ല. ഇത് മതേതര കേരളം തന്നെയാണ്. കേരളം ശക്തമായ മറുപടി ഇതിന് നൽകും മെയ് 4-ന് അല്ലേ? അതെ.